നമുക്കിരിക്കാം. നമുക്ക് പെട്ടെന്ന് വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ദിവസം ദൈവം നൽകിയിരിക്കുന്ന വലിയ കാരുണ്യം, പുറത്തൊക്കെ ശക്തമായ മഴയാണെങ്കിലും വലിയ കാലാവസ്ഥയിലൂടെ വലിയ അവസ്ഥയിലൂടെയാണെങ്കിലും ദൈവം നമ്മുടെ മേൽ വലിയ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയമാണ്. പ്രിയമുള്ളവരെ, ഈ ഉച്ച സമയത്ത് ഉറക്കത്തിന്റെ അവസ്ഥകളൊക്കെ നമ്മളെ തൊടുന്നുകൊണ്ട് ദുർചിന്തകൾ, ദുർമോഹങ്ങൾ, ദുർചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവത്തിന് കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിച്ച്, സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും അവിടുത്തെ പുത്രന്റെ മഹത്വം എപ്പോഴും കണ്ടു ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾ നടക്കുമ്പോഴും ഞങ്ങൾ കിടക്കുമ്പോഴും ഞങ്ങളുടെ ജോലി മേഖലകളിലും ഞങ്ങളുടെ സകല ഉദ്യമങ്ങളിലും സ്വർഗത്തിന്റെ മഹത്വം ഞങ്ങളിൽ നിറയപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോമിശിഹായ്ക്ക് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ മണിക്കൂറുകളിൽ കേൾക്കാൻ പോകുന്ന പരിശുദ്ധ വചനം ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 38 മുതൽ 42 വരെയുള്ള വചനഭാഗങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 38 മുതൽ 42 വരെയുള്ള വചനങ്ങൾ. 38 മുതൽ വായിക്കാം. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കലിരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകൾ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു. നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. 41. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, മർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലരായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ലത് ഭാഗം, എങ്ങനെയാണ്? നല്ല ഭാഗം തെരഞ്ഞെടുത്ത് അവളിൽ നിന്നത് എടുക്കപ്പെടുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ഈ വചനഭാഗം എവിടെയെങ്കിലും കേട്ടായിരുന്നു? എവിടെ കേട്ട്? ഇന്നത്തെ സുവിശേഷമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളിത് ഒരുപാട് പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതും ഒരുപാട് ധ്യാനിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളതുമായ ഒരു സുവിശേഷ ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ നല്ല സമരിയക്കാരന്റെ ഉപമയെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത്. അത് ഇതിനു മുമ്പുള്ള അല്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചതാണ് സമരിയക്കാരന്റെ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ആ 10-ാമത്തെ അധ്യായത്തിൽ തന്നെ ഉള്ളതാണ് സമരിയക്കാരന്റെ ഉപമ. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 10-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ എന്തായിട്ടാണ്? 72 പേരെ എന്താണ് തെരഞ്ഞെടുക്കുന്നതായിട്ടാണ്. ആരാണ് ഈ 72 പേര്? അതെ, അവരെ തെരഞ്ഞെടുത്തിട്ട് കർത്താവ് എന്താ ചെയ്തത്? അവരെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയച്ചു. പക്ഷെ അയക്കുമ്പോൾ കർത്താവ് അവർക്ക് കുറച്ച് ബോധ്യങ്ങൾ നൽകിയിരുന്നു. എന്തൊക്കെയാണ് ബോധ്യങ്ങൾ? നമ്മൾ കഴിഞ്ഞ ആഴ്ചയുടെ അങ്ങേ ആഴ്ച ധ്യാനിച്ച വചനഭാഗം എന്തായിരുന്നു? നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ 2 ഉടുപ്പ് കരുതരുത്, കയ്യിൽ വടി കരുതരുത്. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ കർത്താവ് ആർക്ക് ചെയ്തു കൊടുത്തു? ശിഷ്യന്മാർക്ക് കൊടുത്തു. അവര് വളരെ സന്തോഷത്തിൽ പോയതായിട്ടാണ് കാണുന്നത്. അതിനുശേഷം അടുത്തതാണ് അനുഗമിക്കാത്ത നഗരങ്ങളെ കുറിച്ചാണ്. അതിന്റെ തൊട്ടടുത്തത് വീണ്ടും വരുന്നത് 72 പേര് മടങ്ങി വരുന്നതാണ്. കർത്താവ് 72 പേരെ അയച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ വായിക്കുന്നത് അനുദപിക്കാത്ത നഗരങ്ങൾ എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇതിനെ കുറിച്ചൊക്കെ? എന്താണ് ഇങ്ങനെയൊക്കെ? ഇത് ഈ 10-ാമത്തെ അധ്യായം ആലോചിച്ച് നോക്കിയേ. ആദ്യം 72 പേരെ തെരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം വന്നിരിക്കുന്ന എന്താണ്? അനുദപിക്കാത്ത. എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവ് 72 പേരെ തിരഞ്ഞെടുത്ത് പല നഗരങ്ങളിലേക്കും സ്വർഗീയ വചനത്തിന്റെ അഭിഷേകത്തിന് അയച്ചെങ്കിലും പ്രിയമുള്ളവരെ, നമ്മളെ പോലെ മാനസാന്തരപ്പെടാത്ത അനുദപിക്കാത്ത അനേകങ്ങൾ ഇന്നും ഉണ്ട്. കർത്താവിന്റെ അപ്പസ്തോലന്മാർക്ക് കടന്നു ചെന്നിട്ട് പോലും അവർക്ക് മാനസാന്തരം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ, അവരുടെ വചനങ്ങൾ കേട്ടിട്ട് അനുദപിക്കാത്ത രീതിയിൽ ഇന്നും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വീണ്ടും അവിടെ നിന്ന് പറയുന്നുണ്ട്, യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ?
ആ 72 പേര് തിരിച്ചു വരുന്നതിനെ കുറിച്ച് പറയുന്നില്ലേ? ആ തിരിച്ചു വന്നിട്ട് അവരുടെ സന്തോഷം കണ്ട് അവരെന്താ പറയുന്നത്? എന്താ ആ മടങ്ങി വന്ന 72 പേരെന്താ പറയുന്നത്? പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ. കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക്. ആരാ ഞങ്ങളാരാ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഈശോ 72 പേരെ തെരഞ്ഞെടുത്തു. അവർക്ക് സകല അധികാരങ്ങളും ഈശോ കൊടുത്തിട്ട് അവര് വിട്ട് അവര് പോയി. 72 പേരും തിരിച്ചു വരികയാണ്. ആ മടങ്ങി വരുമ്പോഴത്തേക്ക് പറയാണ് അവര് പറയണ വന്നവര് പറയാണ്, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാ? കീഴ്പടിയാ. പ്രിയമുള്ളവര്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മൾ പലരും നമ്മുടെ വീട്ടിന്റെ മൂലയ്ക്ക് ഇരുന്നു കൊണ്ട് പറയാണ്, പ്രാർത്ഥിച്ച് 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 ഞാൻ മടുത്തെന്നല്ലാതെ എന്റെ പ്രാർത്ഥനകൾ ഒന്നും ഫലവത്താകുന്നില്ല. 72 പേര് പറയാണ്, കർത്താവേ നിന്റെ നാമം പറഞ്ഞപ്പോൾ പിശാചുത ഞങ്ങളുടെ മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. സന്തോഷത്തോടെ അവർ വന്ന് പറയാണ്, എന്തേ 72 പേർക്ക് കിട്ടിയ അഭിഷേകം എന്റെ ജീവിതത്തിൽ നിലനിൽക്കാത്തത്? എന്തുകൊണ്ട്? എന്താണ് എന്റെ ജീവിതത്തിന്റെ കുറവുകൾ? എവിടെയാണ് എനിക്ക് ജീവിതത്തിൽ അനുഗ്രഹമായി മാറാൻ പറ്റാത്ത എന്റെ അവസ്ഥകള്? പ്രിയമുള്ളവർ, ഈശോ അവരോട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ സന്തോഷങ്ങൾ, ആ സന്തോഷം കണ്ടുകൊണ്ട് കർത്താവിന് തൊട്ട് താഴത്തെ അടുത്ത വചനം പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിശാചുക്കൾ നിങ്ങൾ കീഴ്പ്പെടുന്നു എന്നതിനെ കുറിച്ചല്ല നിങ്ങള് സന്തോഷിക്കേണ്ടത്. എങ്ങനെയാണ്? പിശാചുക്കൾ, അപ്പോസ്തലന്മാർ വന്നിട്ട് എന്താ പറഞ്ഞെന്താണ്? എന്നുള്ളതിനെ കുറിച്ചല്ല സന്തോഷിക്കേണ്ട. അവര് വന്ന് പറയാണ്, നീ ഞങ്ങളെ വിട്ടപ്പോൾ നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുകളെ എന്ത് ചെയ്ത് പുറത്താക്കി. എന്നാൽ ഈശോ തിരിഞ്ഞ് സന്തോഷം കൊണ്ട് ഈശോ ഭയങ്കര സന്തോഷം, വലിയ പിശാചുകൾ അവർ കീഴടക്കി. അങ്ങനെയാണ് ഈശോ പറഞ്ഞത്? ഈശോ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെയോ ഈ കടന്നു വന്നവരോട് പറയാണ്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിനെ കുറിച്ചല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. പിന്നെയോ എന്തിനെ കുറിച്ചാ? പറ, എന്തിനെ കുറിച്ചാ? സ്വർഗത്തിൽ നിന്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞേ. ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിനക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗിയെ നീ സുഖപ്പെടുത്തിയെന്നോ ഒരു പൈശാചിക ശക്തിയെ പുറത്താക്കിയെന്ന് പറഞ്ഞ് നിനക്ക് അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ നിനക്ക് അഹങ്കരിക്കാം എപ്പോഴാ? നിന്റെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടണം. പ്രിയമുള്ളവരെ, ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ 10:19 അവിടുന്ന് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ. ആരുമേല? ശത്രുവിന്റെ മേൽ. ശത്രു ആരാ? അതെ പ്രിയമുള്ളവരെ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് പിശാചിനെതിരെ പോരാടാനുള്ളതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ചോദിക്കുകയാണ്, പിശാചിനെ എങ്ങനെയാ നമുക്ക് കണ്ടുകൂട്ടാൻ പറ്റുക? എങ്ങനെയാ? നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. എങ്ങനെയാ? ഈശോ ലെഗയോൻ എന്ന ബാധിതനെ അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്തോ അവൻ? അവൻ പറഞ്ഞു, അതിന് തുമ്പ് പറയുന്നൊരു വാചകമുണ്ട്. അത് പറ. ദാവീദിന്റെ പുത്രനായ. കണ്ടോ? നിങ്ങൾ ഇത് മനസ്സിലാക്കണം. യേശു ദാവീദിന്റെ പുത്രനാണെന്ന് അവന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇത് ആരാ സാക്ഷ്യപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാ? പിശാചിന് മാത്രമേ അറിയാവൂ ദൈവത്തിന്റെ ശക്തി എന്താണെന്ന്. നമ്മൾ അതുകൊണ്ടാണ്, കർത്താവിന്റെ ചൈതന്യം നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി, അങ്ങനെയല്ലേ വചനം പറയുന്നത്? ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി കണ്ടതുകൊണ്ട് അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയെന്ന വചനം പറയുന്നത്. എന്റെ ജീവിതം ഒന്ന് നോക്കിയേ, ഞാൻ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണോ, ഞാൻ അകന്നു നിൽക്കുന്ന വ്യക്തിയാണോ? എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുക? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ആരുടെ ചെന്ന് പറഞ്ഞു കൊടുക്കരുത്. വളരെ സിമ്പിളാണ്. ഞാൻ ദൈവത്തോടാണോ നിൽക്കുന്നത്, അതോ ഞാൻ പിശാചിനാണോ നിൽക്കുന്നത്, ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് അറിയാൻ പറ്റിയ ഏറ്റവും വലിയൊരു മേഖല വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പോലും വിശുദ്ധ കുർബാനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റ് എൻ്റെ കണ്ണുകൾക്ക് ഇമ്പം തോന്നുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ നോക്കി നിൽക്കുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ സന്തോഷം കണ്ടുന്ന അവസ്ഥകൾ, സംതൃപ്തി കണ്ടെത്തുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുവാനും അവരോട് സംസാരിക്കാനും എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്ന എൻ്റെ ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് എന്നിലുള്ളതെങ്കിൽ ഞാൻ ആരുടെ കൂടെയാ? അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നമ്മൾ ആരുടെ കൂടെയാന്നുള്ളത്. ഇതിൽ ഇങ്ങനെ നിന്നാ മതിയോ? അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈശോ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? അവന്റെ 10:16 ഒന്ന് വായിക്കാമോ? 10:16.
നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവൻ. കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയുകയാണ് അവിടുന്ന് വളരെ വ്യക്തമായി. നിങ്ങളുടെ വാക്ക്, ചിലർ കണ്ടില്ലേ വചനം നമ്മളിങ്ങനെ കണ്ട് ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ, അഭിഷേകം നിറഞ്ഞൊരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി എന്തായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്? ഇന്നലെ നല്ലൊരു സിനിമ റിലീസായിട്ടുണ്ട്, കണ്ടോ എന്ന് അവർ ചോദിക്കും. ആണോ? അങ്ങനെയാണോ? അല്ല. പിന്നെയോ അവരെന്തായിരിക്കും? അവര് പറയുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാവും. ഒരു ഹാലല്ലേ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പക്ഷേ ദൈവവുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും: ഈ ലോകത്തിന്റെ അവസ്ഥകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ? ഇന്നടുത്ത് ഒരു സംഭവം നടന്നു, അല്ലെങ്കിൽ ഇന്നടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ ലാഭത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമ റിലീസായിട്ടുണ്ട്, അത് കണ്ടോ? ഇങ്ങനെയുള്ള ഈ ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ അധിപൻ എന്ന് പറയുന്ന ആരാണ്? പിശാചാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകത്തിന്റെ അധികാരി വരുവാൻ സമയമായി. എന്നിരുന്നാലും അവന് എന്റെ മേൽ അധികാരമില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തില് ദൈവത്തിന്റെ പരിശുദ്ധ വചനം 30-ാമത്തെ തിരുവചനത്തിൽ നമ്മളോട് അവിടെ ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകത്തിന്റെ അധികാരി ഞാനല്ല, പിന്നെ അത് ആരാണെന്ന് പറഞ്ഞിരിക്കുന്നത്? പിശാചാണ്. ഈ ലോകത്തിൽ നിന്നും എനിക്ക് കിട്ടുന്ന സന്തോഷ സമാധാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നത്, ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. കിട്ടുവോ? ആത്മാവിൽ സന്തോഷം കിട്ടത്തില്ല, ആനന്ദം കിട്ടത്തില്ല. ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? അത് പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്, ആത്മാവിന്റെ ദാനം. ആനന്ദം എങ്ങനെ അനുഭവിക്കാൻ പറ്റുക? ആനന്ദം എങ്ങനെ അനുഭവിക്കാൻ പറ്റും? ഒരു സിനിമ കണ്ട് നല്ല ഫുൾ കോമഡി സിനിമയാണെങ്കിൽ ആനന്ദം കിട്ടുമോ മോളെ? കിട്ടുമോ? കിട്ടുമോ ഇല്ലയോ? പറ, കിട്ടുമോ? ആനന്ദം കിട്ടുമോ? ഒരു കോമഡി സിനിമ കണ്ടു കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടത്തില്ല. കാരണം എന്താ? കിട്ടത്തില്ല. ആനന്ദം എന്ന് പറയുന്നതും സന്തോഷം എന്ന് പറയുന്നതും എന്താണ്? രണ്ടും രണ്ടാണ്. എന്റെ ഹൃദയത്തിൽ തുടങ്ങുന്ന സന്തോഷം എന്ന് പറയുന്നത് എത്ര? ഞാൻ ചോദിക്കാണ്, നിങ്ങൾ ഭയങ്കരമായ ഒരു കോമഡി സിനിമ കണ്ട് എണീറ്റ് നിന്ന് ചിരിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. നിങ്ങൾ ഒരു വലിയ കോമഡി ഫിലിം കണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിച്ചിരിക്കുമ്പോ പെട്ടെന്ന് ഒരു മെസ്സേജ് വരികയാണ്, പെട്ടെന്ന് വീട്ടിലേക്ക് വന്നോ, നിങ്ങൾക്കൊരു എന്ത് സംഭവിച്ചു? കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചു, ഏറ്റവും പ്രിയപ്പെട്ടവര്. അപ്പൊ നിങ്ങൾ എന്ത് കൊടുത്ത മെസ്സേജ് ഇടുകയാണ്, മരിച്ചവര് മരിച്ച്, ഞാൻ ഈ സിനിമ മൊത്തം കണ്ടിട്ടേ വരൂ. അങ്ങനെയാണോ? തിരിച്ചു അങ്ങനെ മെസ്സേജ് ഇടുവോ? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് ആ സന്തോഷം ആനന്ദമായിരുന്നോ? ആനന്ദമാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരിക്കലും നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. ആനന്ദത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. കണ്ടിട്ടില്ലേ? വിശുദ്ധരെയൊക്കെ നോക്കിയേ, മരിച്ചു കിടന്നപ്പോൾ പോലും ചിരിച്ചോണ്ട് കിടന്നൊരു വിശുദ്ധയുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലേ വിശുദ്ധയെ കുറിച്ച്? അവരുടെ മുഖമൊക്കെ കണ്ടിട്ടില്ലായിരുന്നോ? ഒരു സിസ്റ്റർ ആയിരുന്നു. അറിയത്തില്ലേ? ചിരിച്ചുകൊണ്ടാണ് ആ സിസ്റ്ററിനെ കാണിച്ചത്. എപ്പോഴും ആ സിസ്റ്റർ ഫോട്ടോയൊക്കെ നോക്കണം നമ്മളെപ്പോഴും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഈ വിശുദ്ധരൊക്കെ ജീവിതകാലം മുഴുവനും അവരെ ഈ ലോകത്തിൽ നിന്നൊക്കെ മാറ്റി വിശുദ്ധരാകാൻ വേണ്ടി ഒരു കൂട്ടിലിട്ട് വളർത്തിയതാണ് അവരെ. അതുകൊണ്ടാണ് അവർ വിശുദ്ധരായി മാറിയത്, അല്ലേ? പിന്നെ എങ്ങനെ വിശുദ്ധരായി? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊക്കെ ജന്മം നൽകിയ അതേപോലെ ഒരു അപ്പനും അമ്മയും ജന്മം നൽകി ഈ ഭൂമിയിലെ ഈ തിന്മയൊക്കെ കണ്ടും കേട്ടും വളർന്നവർ തന്നെയാണ് ഇന്ന് ലോകത്തും വിശുദ്ധരായി മാറിയിട്ട ഓരോ വ്യക്തികളും. എന്തുകൊണ്ടാണ് അവരങ്ങനെ മാറാൻ കാരണം എന്താ? പറ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല, എനിക്കിത് വേണ്ട? അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടോ? ഉദാഹരണം, ഭയങ്കരമായ ഒരിടത്ത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് തരികയാണ്, നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് ഇത് അയച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഒരു 100 പവൻ അല്ലെങ്കിൽ പോട്ട് 1 പവന്റെ സ്വർണം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ? ഉറപ്പായിട്ട് അയക്കും. കാരണം എന്താ? നമുക്കത് കിട്ടാൻ വേണ്ടി. പ്രിയമുള്ളവരെ, എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, അയക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം തോന്നിയാലും ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തും. എന്താ വെളിപ്പെടുത്തുന്നത്? നീ അതിലേക്ക് നിന്റെ ആഗ്രഹത്തെ അതിലേക്ക് നീ ഒരിക്കലും എന്ത് ചെയ്യരുത്. അതെ, നിന്റെ ആഗ്രഹത്തെ അങ്ങോട്ട് മാറ്റരുത്. നീ അതിനെക്കുറിച്ച് ആഗ്രഹിക്കരുത്. കാരണം എന്താ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് നിന്റെ കർത്താവ്. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കിയേ, ദാവീദ് ആരായിരുന്നു?
രാജാവായിരുന്നു. ദാവീദ് ആരായിരുന്നു? ദാവീദിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താന്ന് പറയാമോ? പറഞ്ഞോ, എന്താ പ്രത്യേകത? എന്ത് ദാവീദിന്റെ പ്രത്യേകത? ദൈവം ദാവീദിനെ നോക്കി പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ബൈബിളിൽ ആരെ കുറിച്ചും ദൈവം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഒരേ ഒരാളിനെ കുറിച്ച് മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. ആ വ്യക്തിയാണ്. അതിനുശേഷം ദാവീദിന് ദൈവം ഒരു ഓഫർ കൊടുത്തിരുന്നു, അല്ലേ? എന്താ പറഞ്ഞിരുന്നത്? നിനക്ക് ശേഷം നിന്റെ മകനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ഈ രാജകൊട്ടാരത്തിന്റെ അധിപനാക്കി സിംഹാസനത്തിൽ ഇരുത്തും. പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞാൽ എന്താണ് അതുപോലെ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തലയിലൊക്കെ പലരും കൈവച്ച് പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വൈദികരൊക്കെ, ഏതെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള അൽമായരൊക്കെ ദൈവത്തിന്റെ കൃപയാൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടൊരു മെസ്സേജ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആ മെസ്സേജ് എന്തായിട്ടില്ല, അത് ഫലപ്പെട്ടിട്ടില്ല. കാരണം എന്തായിരിക്കും കാരണം? എനിക്ക് വിശ്വാസമില്ല. അതെ, ഇന്നത്തെ ഒന്നാം വായന എന്തായിരുന്നു? ഇന്നത്തെ ഒന്നാം വായന പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നായിരുന്നു. അതിന്റെ 18-ാമത്തെ അധ്യായം, അല്ലേ? അതെ, അതിലെന്തായിരുന്നു? അബ്രഹാം നോക്കുമ്പോൾ 3 പേർ നിൽക്കുന്നതായി അവൻ കാണുന്നു. എന്ത് ചെയ്തെന്ന് പറയുന്ന? അബ്രഹാം ചെന്ന് അവരെ കീഴ്വണങ്ങി. അബ്രഹാം ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറയ്ക്കപ്പെട്ടു. കർത്താവിന്റെ വചനത്തിന്റെ വലിയൊരു അഭിഷേകത്തിന്റെ ശക്തമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, അതിനുശേഷം ആ 3 പേരെ അബ്രഹാം ചെന്ന് കീഴ്വഴങ്ങി അവരെ വണങ്ങിയതിന് ശേഷം ആ 3 പേർ അബ്രഹാമിന് ഒരു വാഗ്ദാനം കൊടുക്കുന്നതായിട്ട് അവിടെ വചനം പറഞ്ഞിട്ടുണ്ട്. എന്ത് വാഗ്ദാനം കൊടുത്ത? പറഞ്ഞോ, അടുത്ത വസന്തത്തിൽ ഞാൻ വരുമ്പോൾ നിനക്കൊരു പുത്രൻ ഉണ്ടായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. അടുത്ത വസന്തത്തിൽ ഞാൻ വരുമ്പോൾ ആ പറഞ്ഞ വ്യക്തികളുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്തായിരുന്നു? പറവൻ എന്തായിരുന്നു? 100 വയസ്സ് വരെ കാത്തിരുന്നിട്ടും കുഞ്ഞുണ്ടാഞ്ഞപ്പോൾ കൂടെ സഹകരിച്ചവരും സംസാരിച്ചവരും കൂട്ടുകാരും എല്ലാം എന്ത് ചെയ്ത്? കളിയാക്കി. എന്താ പറഞ്ഞത്? അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ ജനിക്കാത്തത് എന്താണ്? ശാപം. ദൈവത്തിൽ നിന്നുള്ള ശാപം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്തിട്ടത്തില്ല. പ്രിയമുള്ളവർ, നിങ്ങൾ മനസ്സിലാക്കുക, ഇതുപോലെ ദൈവം നമുക്കും വലിയ അനുഗ്രഹങ്ങൾ പലരിലൂടെയും, ദൈവം നേരിട്ടല്ല പിന്നെയോ പല വ്യക്തികൾ, ചിലപ്പോൾ വലിയ കൃപയുള്ള ഒരു ബഹുമാനപ്പെട്ട ഒരു വൈദികനിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സിസ്റ്ററിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു അൽമായനിലൂടെ ആയിരിക്കാം. ആരിലൂടെയെങ്കിലും ദൈവം നൽകിയിരിക്കുന്ന പല മെസ്സേജുകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആ മെസ്സേജൊക്കെ ഇന്ന് എന്തായി കിടക്കുക? അതൊക്കെ മണ്ണ് മൂടി നിറഞ്ഞ് മെസ്സേജ് എല്ലാം എന്ത് ചെയ്ത്? മെസ്സേജ് എല്ലാം മണ്ണിനടി പോയി. കാരണം എന്താ? കാരണം പറ. എന്റെ വിശ്വാസമാണത്. എനിക്ക് എന്തില്ല? വിശ്വാസമില്ല. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ ഈ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തില് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് 41, 42 വായിക്കാമോ? കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെയും കുറിച്ച് ഉത്കണ്ഠയായിരിക്കുന്നു, അസ്വസ്ഥമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. മറിയം തെരഞ്ഞെടുത്തത് ഏത് ഭാഗമാണ്? ഏതാ? നല്ല ഭാഗം. ഞാൻ ചോദിക്കുകയാണ്, നല്ലത് ചീത്തയുണ്ടോ? ഭാഗങ്ങൾ ഉണ്ടോ? ഇല്ല. പറഞ്ഞോ, ഒരു കാര്യത്തിന് നല്ലത് ചീത്തയുണ്ടോ? മറിയം നല്ലത് തെരഞ്ഞെടുത്തപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർത്ത തെരഞ്ഞെടുത്തത് ചീത്തയ കാര്യമാണോ? പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? നല്ല ഭാഗം മറിയം തെരഞ്ഞെടുത്തു എന്ന്. ഈശോ അല്ല. ഇവിടെ അത് പറഞ്ഞത് പൂർണ്ണമായി ശരിയല്ലെന്നേ ഉള്ളൂ. അത് യാഥാർത്ഥ്യം, ആ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. എന്നാൽ കുറച്ച് കാര്യം കൂടി അതിനകത്തുണ്ട്. അതായത് ഈശോ ഇവരെ വീട്ടിലേക്ക് വന്നപ്പോൾ, ആരാ വന്നത്? ഈശോ വന്നപ്പോൾ ആരെ ഭവനോ? അത് ബൈബിളിൽ ആരെ ഭവനോ? ബൈബിള് പറഞ്ഞിരിക്കുന്ന കാര്യം പറ. ഈശോ ഈശോ ഈ ഭൂമിയിൽ കൂടുതൽ സ്നേഹിച്ചിരുന്ന തന്റെ സുഹൃത്തിന്റെ ഭവനത്തിലേക്കാണ് ആര് വന്നതാ? ആരായിരുന്നു സുഹൃത്ത്? ലാസറായിരുന്നു. അപ്പോ ഇവിടെ നടക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ, ലാസർ എന്ത് ചെയ്ത്? മരിച്ചുപോയി, അല്ലേ? ഈസർ മരിച്ചു. ലാസറിന്റെ അടക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എത്ര ദിവസം കഴിഞ്ഞ്? 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആര് വന്നിരിക്കുന്നത്? അതെ, നമ്മൾ പറയാറില്ലേ, ഒരു വചനം ദൈവം പറഞ്ഞു. എന്ത് പറഞ്ഞു? നിനക്ക് ദൈവം വലിയൊരു അനുഗ്രഹം നൽകുമെന്ന് പറഞ്ഞു. പക്ഷെ നീ അത് വിശ്വസിക്കാതെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അനുഗ്രഹം കിട്ടിയില്ല. അതിനുശേഷം നീ എന്ത് ചെയ്ത്? അത് മറന്നു. ഞാൻ ചോദിക്കുകയാണ്, ദൈവം ആകാശത്ത് നിന്ന് ഒരു വചനം നിനക്ക് വേണ്ടി അയച്ചു കഴിഞ്ഞാൽ ആ വചനം നിന്നിലേക്കോ നിന്റെ ഭവനത്തിലേക്കോ കടന്നു വരാതെ വേറെ ആരെങ്കിലും ഭവനത്തിലേക്ക് പോവോ? പിന്നെ ആ കടന്നു വന്നിട്ട് നിനക്ക് എന്തുകൊണ്ട് അറിയാൻ പറ്റാത്ത എന്താ?
എന്തുകൊണ്ടാ? ഞാൻ ദൈവം അന്ന് എനിക്ക് നൽകുമെന്ന് പറഞ്ഞത് ലഭിക്കാഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അത് മറന്നു. ഞാൻ ആ പ്രാർത്ഥന നിർത്തി. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഞാൻ നിലനിൽക്കുന്നില്ല. മറിച്ച് ഇന്നത്തെ എന്റെ ജീവിതം എന്താണ്? ഞാൻ എതിർസാക്ഷിയായി മാറി. എങ്ങനെയാണ് എതിർസാക്ഷി? എന്താണ് എതിർസാക്ഷി എന്ന് പറഞ്ഞാൽ? ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല, ഇതൊക്കെ അവര് ചുമ്മാതെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കുമ്പസരിക്കണം. കാരണം എന്താ? അടുത്ത വസന്തത്തിൽ ഞാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, അബ്രഹാം തന്റെ ജീവിതത്തിൽ വിശ്വാസത്തോടെ നിന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദൂതൻ അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്ത് ചോദിച്ചത്? പരിശുദ്ധ അമ്മ ചോദിച്ചത് തന്നെയാണ്. ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായിട്ട് നിൽക്കുന്ന കുറെ കാര്യങ്ങളില്ലേ? എന്നാൽ കർത്താവിന്റെ വചനം പറയാണ്, നിന്റെ വിശ്വാസം എവിടെയാണോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം. നിന്റെ വിശ്വാസത്തിലെ ഹൃദയം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, മഴയ്ക്ക് വേണ്ടി മഴ പെയ്യാൻ, ശക്തമായി മഴ പെയ്യുവാനാണ് നീ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് പോകുന്ന നിന്റെ കയ്യിൽ നീ കരുതേണ്ടത് എന്താണ്? കുട കരുതണം. കാരണം എന്താ? നിനക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ കർത്താവിന്റെ മുന്നിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചാൽ ആ നിമിഷത്തിൽ എന്ത് സംഭവിക്കും? മഴ പെയ്യും. അപ്പൊ മഴ പെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് പോകാൻ കുടയെടുക്കും. കുട പോലും ഇല്ലാതെ പോയി ദൈവത്തിന്റെ മുന്നിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടോ? കർത്താവ് ആദ്യം നോക്കുന്നത് നിന്റെ വിശ്വാസത്തെയാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് അവിടുന്ന് രക്തസ്രാവക്കാരിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിന്റെ വിശ്വാസം നിന്നെ കണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുക. കർത്താവ് അതേപോലെ ഒരു ശതാധിപനെ കുറിച്ച് പറയുമ്പോൾ അവിടെയും ഈശോ പറയുന്നുണ്ട്, ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ എങ്ങും കണ്ടിട്ടില്ല. ഇതുപോലൊരു വിശ്വാസം. പ്രിയമുള്ളവരെ, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇവിടെ പറയാണ്, കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെ കുറിച്ച് ഉത്കണ്ഠയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ലത് മാത്രം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, മർത്ത തെരഞ്ഞെടുത്തത് മോശമായത് കൊണ്ടല്ല, മറിച്ച് എല്ലാത്തിനേക്കാൾ ഉപരി നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കർത്താവ് ലാസർ മരിച്ചു അറിഞ്ഞ് തന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ മറിയമാകട്ടെ മർത്തയാകട്ടെ സഹോദരങ്ങൾ രണ്ടുപേരിൽ ഒരുവൾ ഓടിച്ചെന്ന് കർത്താവിനെ സ്വീകരിച്ചു കൊണ്ടുവന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ സ്വീകരിച്ചു കൊണ്ട് വരേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. എന്നാൽ അതിനേക്കാൾ ഏറ്റവും വലിയ മേഖലയാണ് സർവശക്തനായ ദൈവത്തെ ഏറ്റവും കൂടുതലും. അതെ, അപ്പോൾ ദൈവത്തിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ആ മനോഭാവത്തിൽ നിന്നുകൊണ്ട് അവള് പറയാണ്, കർത്താവെ, നീ കാണുന്നില്ലേ ഞാൻ എല്ലാം ഇത് ഒറ്റയ്ക്ക്. നീ മറിയത്തോടും കൂടെ പറ. എന്താ പറയേണ്ടത്? എന്താണ്? എന്നെ ഒന്ന്. അപ്പോഴാണ് ഈശോ പറഞ്ഞത്. ഇല്ലേ? ബൈബിൾ ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. എന്താ സംഭവം? അതല്ല, അതിന് മുമ്പത്തെ വചനം വായിക്കണം. 40-ാമത്തെ. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകൾ മുഴുകി അവൾ അവന്റെ അടുത്ത്, ആരാണ്? മർത്ത ഈശോയുടെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരും ശുശ്രൂഷ ചെയ്യണമെന്നൊന്നും ദൈവം പറയുന്നില്ല. പിന്നെയോ ഒരു വ്യക്തി ആ ഒരു വ്യക്തി പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ആരാ? മോശെ. 10,000-കണക്കിന് വരുന്ന ജനം ഒന്നിച്ചു നിന്ന് നിലവിളിച്ചിട്ട് കടൽ മാറിയോ? വഴിയൊരുക്കിയോ? പിന്നെ എന്താ സംഭവിച്ചത്? ഒരേ ഒരാൾ. പ്രിയമുള്ളവർ, ഇതാണ് പറയുന്നത്. ഒരു വീട്ടിൽ ഒരാൾ വിശ്വാസമുള്ള വ്യക്തി ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ കടല് പോലെ നിൽക്കുന്ന ചെങ്കടലിൽ പോൽക്കുന്ന ഈ പ്രശ്നത്തിന്റെ മേൽ ഇന്ന് പല ഭാര്യമാരും പറയുന്ന ഏറ്റവും വലിയൊരു മേഖല എന്താണെന്നറിയാമോ? എന്റെ ഭർത്താവ് പ്രാർത്ഥിക്കാറേ ഇല്ല, എന്റെ മകൻ പ്രാർത്ഥിക്കാറേ, എന്റെ മകള് പ്രാർത്ഥിക്കാറേ ഇല്ല. കർത്താവ് പറയുന്നു, നിങ്ങൾ എല്ലാരും കൂടെ പ്രാർത്ഥിച്ചാലേ ഞാൻ അത് തരുത്തോളൂ എന്ന് കർത്താവ് പറയുന്നോ? ഈശോ എന്താ നമ്മോട് പറയുന്നത്? ഒരുവൻ. പ്രിയമുള്ളവരെ, ഞാൻ പറയാണ്, നിന്റെ ഭർത്താവ് പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം നിറയാത്തത്. പിന്നെയോ നിനക്ക് കർത്താവിന്റെ മുന്നിലേക്ക് കയറി നിൽക്കുവാനുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? കർത്താവിന്റെ മുന്നിൽ നിന്റെ ഭർത്താവ് പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ നിന്റെ ഭാര്യ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാത്തത്. പിന്നെയോ
നിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ ദൈവത്തിന്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് മോശ പറഞ്ഞതുപോലെ പറയുവാൻ, നിനക്ക് കരങ്ങൾ ഉയർത്തുവാൻ, ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ വടിയെടുത്ത് ചെങ്കടലിന്റെ മീതെ നീട്ടുവാൻ നിനക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതം എന്നും മുൾപ്പടർപ്പായി മരുഭൂമി അനുഭവം നിന്റെ ജീവിതത്തിൽ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തിന്റെ മുന്നിലേക്ക് കയറി നിൽക്കാൻ സാധിക്കണം. എങ്ങനെയാ? പ്രാർത്ഥനയുടെ ചുക്കാൻ നിങ്ങൾ ഏറ്റെടുക്കണം. തീക്ഷ്ണതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോയോട് ഇങ്ങനെ പറയണം, മുഖത്തോട് മുഖം നോക്കി. ദൈവത്തിന്റെ മുഖത്തോട് മുഖം നോക്കി നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ? ഈശോ ജീവിച്ചത് ആരും? ഈശോ മനുഷ്യനും ദൈവവുമായിരുന്നു. ഒരു സമയത്ത് തന്നെ ദൈവമായും മനുഷ്യനായും ജീവിച്ച വ്യക്തിയാണ് കർത്താവ്. അതുകൊണ്ട് ദൈവമായ കർത്താവിന്റെ കൂടെ ജീവിക്കുവാൻ എനിക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, എന്റെ ദൈവത്തിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ എങ്ങനെ പറ്റുന്നതെന്നറിയാം? എങ്ങനെ പറ്റുന്നത്? നിങ്ങളുടെ വീട്ടിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളിലും വേദനകളിലും ജീവിത പങ്കാളി പ്രാർത്ഥിക്കുന്നില്ലെന്നോ, മക്കൾ പ്രാർത്ഥിക്കുന്നില്ലെന്നോ, മകൻ മദ്യപിച്ച് ലക്കുകെട്ട് നടക്കുന്നവനാണെന്നോ ആലോചിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞും അവരെ കാരണമാണ് ഞാൻ രക്ഷപ്പെടാത്തതെന്ന് പറയുന്നതിന് പകരം നീ നിന്റെ ദൈവത്തിന്റെ മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ, ഇങ്ങനെ പറയണം. എങ്ങനെ പറയേണ്ടത്? കർത്താവേ, നീ അവരെ നോക്കണ്ട. എന്റെ ഭർത്താവിനെ നീ നോക്കണ്ട, എന്റെ മകനെ നീ നോക്കണ്ട, എന്റെ മകന്റെ മദ്യപാനത്തെ നോക്കണ്ട. പിന്നെയോ എന്നെ നോക്ക്. ഈ 85 വർഷക്കാലയളവിലും നിനക്ക് പ്രീതികരമായി നിന്റെ ഹിതമനുസരിച്ച് വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഞാൻ. എന്റെ വിശ്വാസം നിനക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ മകന്റെ മദ്യപാനം മാറുവാൻ കർത്താവേ അങ്ങിറങ്ങി വരണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വിശ്വാസത്തിന്റെ മേഖലയിൽ സർവശക്തനായ ദൈവം ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇതിന് സാധിക്കാത്ത നീ ഒരിടത്ത് ചുരുണ്ടുകൂടിക്കൊണ്ടിരുന്നു. നീ പറയുന്നത് എന്തുവാ പറയുന്നത്? എന്റെ മകന്റെ പ്രവൃത്തി ശരിയല്ല, എന്റെ മകനെ കാരണമാണ് എന്റെ കുടുംബം ഇങ്ങനെ നശിച്ചത്, എന്റെ ജീവിത പങ്കാളി പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് അദ്ദേഹം മദ്യപിക്കാൻ ഷാപ്പിൽ പോകും, അല്ലെങ്കിൽ എന്റെ ഭാര്യ വഴക്കുണ്ടാക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം മത്തായിയുടെ സുവിശേഷത്തിലൂടെ നിന്നോട് പറഞ്ഞില്ലേ, ഇനിമേൽ നിങ്ങള് പറവന്ന് 2 അല്ല പിന്നെയോ 3 ആണെന്ന്. ആ 1 ആണ്. ഇനിമേൽ നിങ്ങള് 2 അല്ല പിന്നെ 1 ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിങ്ങൾ പറ. ഇനിമേൽ 2 അല്ല 1 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം കൂടെ പറ. ഏതാ? അങ്ങനെയല്ല. ഭാര്യയ്ക്ക് വേദനിച്ചാൽ ഭർത്താവിനും അതാണ് 1 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കുറവുകളിൽ ഭർത്താവിന്റെ നിറവുകൾ അവളുടെ ജീവിതത്തെയും ദൈവം കാണും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായം 14 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖേന വിശുദ്ധനായി മാറും. ചേർന്ന് പറഞ്ഞേ. അയ്യോ, ഇങ്ങനെ ഹല്ലേലൂയ പറയരുത്, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയാണ്, നിന്റെ ജീവിതത്തിൽ നിന്റെ വിശ്വാസം മതി നിന്റെ ഭർത്താവ് എന്തായി മാറാൻ. പക്ഷേ എനിക്ക് വിശ്വാസമില്ല. എന്റെ അവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഭർത്താവിനെ ശപിക്കുകയും ഭർത്താവിനെതിരെ പിറുപിറുക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവിടെ ആരായിട്ടാ മാറുന്നത്? ഞാൻ മാറുന്നത് പിശാചായിട്ട്. ഒരു സഹോദരി പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ കാരണം ആരെന്നറിയാമോ? സാത്താനാണ്. ഞാൻ ചോദിച്ചു, സാത്താനോ? അതെനിക്കൊരു പുതിയ അറിവാണല്ലോ. സാത്താനാണെന്ന് ഞാൻ ചോദിച്ചു. സാത്താൻ എന്ത് ചെയ്ത്? അവൻ ഞങ്ങളുടെ വീടിന്റെ പണി എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ഷെയ്ഡ് വാർപ്പായപ്പോഴത്തേക്ക് അവനത് ബ്ലോക്ക് ചെയ്ത് ഇപ്പോൾ വീടിന്റെ പണി എന്തായി കിടക്കുക? ബ്ലോക്കായി കിടക്കുക. ഇപ്പം മാറുന്നില്ല, ബ്ലോക്ക് മാറുന്നില്ല. അതിന്റെ പേരിൽ ഞങ്ങൾ ലോകം മൊത്തം നടന്നിപ്പം ഓരോരുത്തരെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുക. ബ്രദർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച സാത്താന്റെ ബ്ലോക്ക് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് ബ്ലോക്കുകൾ നിങ്ങൾക്കൊക്കെ ഇല്ലേ? ഗൾഫിലേക്ക് പോകാൻ മകന് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്തതിന്റെ ജീവിതം, മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരാത്ത രീതിയിൽ, കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത അനുഗ്രഹമായി മാറാത്ത കടബാധ്യതകളുടെ കടന്നു പോകുന്ന ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ ദൈവത്തിന്റെ മുന്നിൽ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ, കർത്താവേ, പിശാചനെ ബന്ധിച്ചിട്ടിരിക്കുന്നത് കൊണ്ടല്ലേ നിനക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ സാധിക്കാത്തതെന്ന്? അന്ന് ഞാൻ ചോദിക്കുകയാണ്, ദൈവത്തിന് കൂടുതൽ ഇഷ്ടം നിന്നെയാണോ പിശാചിനെയാണോ? അത് പറഞ്ഞു. ആന്നോ? പിന്നെ നീ എന്തിനാ നിന്നെ പിശാച് പിടിച്ചെന്ന് പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായോ? അവളുടെ ജീവിതത്തിൽ അവൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് എന്ത് ചെയ്യണം? അവൾ നിർത്തണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല.
പിശാച് നമ്മളെ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യുന്നത് നിന്നെ രോഗത്താൽ നശിപ്പിക്കാനോ നിന്റെ സാമ്പത്തിക ഭദ്രത നശിപ്പിക്കാനോ അല്ല. പിന്നെയോ കർത്താവിന്റെ നാമം നീ ഏറ്റുപറയുന്ന അവൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റോമ 10:9 പറ, പെട്ടെന്ന് പറ. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ. കണ്ടോ, വിശുദ്ധ പൗലോസ്ലീഹ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, നീ രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു കാര്യം മതി. ഏതാണ്? യേശു കർത്താവാണെന്ന് നീ നിരന്തരം ഏറ്റു പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ പറയാണ്, എന്റെ മകന്റെ ജോലി ശരിയാവാത്തത് കൊണ്ട് കർത്താവേ ഞാൻ കട്ടിലിൽ കിടന്ന് കരയുകയാണ്, എനിക്ക് ഈ കരച്ചിൽ മാറ്റാൻ പറ്റാത്തത് പിശാചിന്റെ ബന്ധനമാണ്. ശരിക്കും ഞാൻ ചോദിക്കുകയാണ്, നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന പിശാചാണോ? പിന്നെയോ നീ നിന്റെ പ്രാർത്ഥന എന്ത് ചെയ്തു? നിന്റെ ജീവിതത്തിൽ നിന്റെ പണി നടക്കാതെ വന്നപ്പോൾ നിന്റെ വീടിന്റെ സൈഡ് ജനൽ മട്ടം വെച്ച് പണി ബ്ലോക്കായി. എന്തുകൊണ്ടാ? നിന്റെ പ്രാർത്ഥന നിർത്തി. കർത്താവ് നിനക്ക് ഭാര്യയെ തന്നത് എന്തിനാ? കർത്താവ് നിനക്ക് ഭർത്താവിനെ തന്നത് എന്തിനാ? മത്തായി 18:19 ഈശോ എന്താ നിന്നോട് പറഞ്ഞത്? ഭൂമിയിൽ 2 പേർ ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കുന്നതാ? അതെ, യോജിപ്പോടെ ചോദിക്കാൻ. ഇവിടെ എങ്ങനെ യോജിക്കുന്നെന്ന് അറിയാമോ? നിങ്ങളെ ഒടുക്കത്തെ മദ്യപാനമാണ് യോജിപ്പാ. എങ്ങനെയാ ഒടുക്കത്തെ മദ്യപാനം? കണ്ടോ ദൈവത്തിന്റെ കൃപ. കാരണം കർത്താവ് എന്താ പറഞ്ഞത്? അവിടുന്ന് ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ട് മനുഷ്യനെ മെനഞ്ഞു, അവന്റെ വാരിയിൽ ഊരി ആരെ സൃഷ്ടിച്ചു? ഈ വാരിയെല്ലാം എന്ന് കിടന്ന് എന്ത് ചെയ്യാ? അമറുക. എങ്ങനെയാ? ഈ വാരിയെല്ലാം ഇന്നത്തെ മുഴുവൻ പ്രസംഗക്കും കാരണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയുകയാണ്, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കരങ്ങൾ വിരിച്ചു പിടിച്ച് ചേർത്ത് കരങ്ങൾ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ സ്വർഗം ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്വർഗത്തിൽ ഇരിക്കില്ല. പിന്നെയോ സ്വർഗം അവിടെ ഇറങ്ങി വരും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. കർത്താവിന്റെ വചനം പറയാണ്, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നത് എന്തുവാ? പിശാചന്റെ ഭവനത്തിന്റെ പണി. പിന്നെ പിശാചിന് നിങ്ങളുടെ ഭവനത്തിന്റെ 2 നില, നീ 5 നില 10 നില, നീ എത്ര നില പണിഞ്ഞാലും പിശാച് അവിടെ താമസിക്കാനായിട്ട് വരാനായിട്ട് തയ്യാറല്ല. എന്നോ നിന്റെ കൂടെ ഒന്ന് താമസിക്കൂ? പക്ഷെ താമസിക്കാൻ വരത്തില്ല. പക്ഷേ ദൈവത്തിനെതിരാക്കി നിന്നെ മാറ്റും. പിന്നെ നീ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആരുടേതായിരിക്കും? അതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നിന്റെ വീടിന്റെ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ, നിന്റെ കടബാധ്യതകൾ നിന്റെ ശിരസിന് മേൽ നിന്നാൽ, നീ ചെയ്യേണ്ടത് ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ അസ്ത്രം, ഏറ്റവും വലിയ യുദ്ധം ചെയ്യുവാനുള്ള ഏറ്റവും വലിയ അസ്ത്രം എന്തുവാ? നിന്റെ ജീവിത പങ്കാളി. നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ മത്തായി 18:19 നിങ്ങൾ വായിച്ചു പറഞ്ഞില്ലേ? ഭൂമിയില് അയലത്തുള്ള ആളെ വിളിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? ആണോ? പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമിയിൽ 2 പേർ എങ്ങനെയാണ്? യോജിപ്പോടെ ഈ ഭൂമിയിൽ ആർക്കാ പറ്റുന്നത്? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏതാണ്? ഇനി ഭർത്താവ് മരിച്ചുപോയതോ ഭാര്യ മരിച്ചുപോയോ വ്യക്തിക്ക് എങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റും? പറ്റുമോ? പറ്റും. ആര് പറഞ്ഞു പറ്റത്തില്ലെന്ന്? ആരാ പറഞ്ഞ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന്? എങ്ങനെയാ പറ്റുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ മേഖല, നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ നമ്മുടെ ഭാര്യയോ ഭർത്താവിനെയോ അടയ്ക്ക് കുഴിമാടത്തിൽ പോയിട്ട് ആ ഭർത്താവിനോട് അല്ലെങ്കിൽ ആ ഭാര്യയോട് ഈ ജീവിതകാലത്തിൽ നീ കാണിച്ച സകല അവിശ്വസ്തതകളും ഏറ്റുപറയണം. അവ കണ്ണുനീർ അവിടെ വീഴ്ത്തണം. നീ അതിനുശേഷം നീ സക്രാരിയുടെ മുന്നിലേക്ക് മുട്ടുകുത്തി പറയണം, കർത്താവേ, അങ്ങ് കാലങ്ങൾക്ക് മുമ്പ് ഈ മധുവായിൽ വെച്ച് എന്റെ കരങ്ങൾ പിടിച്ചെനിക്ക് നൽകിക്കൊണ്ട് നിന്റെ ജീവിതകാലത്ത് മരണം വേർപെടുത്തുന്നത് വരെ വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ എടുത്തൊരു ഉടമ്പടിയില്ലേ? ആ ഉടമ്പടിയിൽ നീ ഒരിക്കലെങ്കിലും നിന്റെ ഭാര്യയോട്, നിന്റെ ഭർത്താവിനോട് നീ വിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് പറയാം, കർത്താവേ, എനിക്ക് നൽകിയ ജീവിത പങ്കാളിയോട് നിന്റെ ഹിതപ്രകാരം 10 പ്രമാണങ്ങൾ അനുസരിച്ച് നിന്റെ ഹിതപ്രകാരം ജീവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തിയ ജീവിതത്തിൽ നിന്നും എന്റെ ജീവിത പങ്കാളി അങ്ങ് സ്വർഗത്തിലേക്ക് വിളിച്ചുവെങ്കിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിൽ എന്റെ ജീവിത പങ്കാളിയുണ്ട്. ഞാനിതാ അദ്ദേഹത്തോട് ചേർന്ന് ചോദിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ നിയോഗം പറ. പക്ഷെ ഒരു കാര്യമുണ്ടേ, നിന്റെ ജീവിത പങ്കാളി എവിടെ ആയിരിക്കണം എന്നാ? അല്ലാതെ കർത്താവിനോട് 5 മിനിറ്റ് കർത്താവെ ജ്ഞാനം പോയെന്ന് കബടി നിരത്തിയിട്ട് എവിടെയാണ്? ശുദ്ധീകരണ സ്ഥലത്താണോ, നരകത്തിലാണോ, സ്വർഗത്തിലാണോ എന്ന് എനിക്കൊരു ഉറപ്പില്ലാത്തത് കൊണ്ട്. എന്താ ഉറപ്പില്ലാത്തത്?
മനസ്സിലായോ നിങ്ങൾക്ക്? പ്രിയമുള്ളവരെ, ഇവിടെ പരിശുദ്ധ വചനം പറയാണ്, കർത്താവ് അവളോട് പറഞ്ഞു, മർത്താ മർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. ഏതാണ്? മറിയം നല്ല ഭാഗം തിരഞ്ഞെടുക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ഭാഗം ഏതാണോ അത് തിരഞ്ഞെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അവസ്ഥകളുണ്ട്.